ദേശീയ രാഷ്ട്രീയ നേതാക്കളുടെ കണ്ണുകളും കാതുകളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തെ ചുറ്റിപ്പറ്റിയാണ്. 2019 കേരളത്തിലെ മലയോര ജില്ലയായ വയനാട്ടിൽ ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി മത്സരത്തിന് ഇറങ്ങുന്നത്. അതൊരു ചരിത്ര നേട്ടമായി കേരളത്തിൽ മാറി. അതേസമയം തന്നെ റായ്ബറേലിയിലും മത്സരിച്ച രാഹുൽ ഗാന്ധി അവിടെയും 40,000-ന് മുകളിൽ ലീഡ് നേടി വിജയിക്കുകയായിരുന്നു. ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി, രാഷ്ട്രത്തെ നയിക്കേണ്ട രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യൻ കേന്ദ്രീകരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ റായ്ബറേലിയിൽ തുടരേണ്ട ആവശ്യകത മനസ്സിലാക്കി ദേശീയ നേതൃത്വം തീരുമാനമെടുത്തതിന് പിന്നാലെ വയനാട് ഒഴിവാക്കി ഉത്തരേന്ത്യയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റുകയായിരുന്നു. അതേ തുടർന്ന് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമാകുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഈ രണ്ട് തെരഞ്ഞെടുപ്പോടെയാണ് രാജ്യത്ത് വയനാട് ശ്രദ്ധേയമാകുന്നത്. ഒപ്പം കേരളവും. കേരള സംസ്ഥാനത്ത് ഒരു ദേശീയ രാഷ്ട്രീയ വേരോട്ടം പാർട്ടികൾ പിന്നീട് തിരിച്ചറിഞ്ഞു. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഉരുമ്പിട്ടിറങ്ങിയ BJP രാഹുലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം സജ്ജമാക്കി. കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു രാജ്യസഭാ അംഗത്വം കൊണ്ട് BJP സാന്നിധ്യം അറിയിച്ചുവെങ്കിലും വേണ്ടത്ര കേരളത്തിൽ വേരോട്ടം നടത്താൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. LDFിൻ്റെ 2 ടേം ഭരണത്തിൽ ശ്വാസം മുട്ടുന്ന കേരള ജനതയ്ക്ക് ഇപ്പോൾ UDFിനെ വിശ്വാസവുമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ LDFിൻ്റെ ഭരണ കാലാവധി കഴിയുന്നതോടെ UDF അധികാരത്തിൽ വരും എന്നതാണ് സർവേ ഫലങ്ങളൊക്കെ ഇക്കാലയളവിൽ വിലയിരുത്തപ്പെട്ടത്. മോദിയുടെ കേന്ദ്ര ഭരണവും ജനം മടുത്തു കഴിഞ്ഞു. BJP മോദിയെ മുൻനിർത്തി ഉയർത്തുന്ന പ്രൊപ്പഗാണ്ടയിൽ മോദിക്ക് വൻ സ്വീകാര്യത എന്ന PR വർക്ക് ഉയർത്തുന്ന തരംഗം സത്യത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പക്ഷേ മോദിയുടെ BJPയുടെ പ്രഭാവത്തിന് വൻ തിരിച്ചടി ആവുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി 10 മടങ്ങായി വർദ്ധിക്കുന്നതും സർവേയിൽ തെളിയുകയാണ്. വരുന്ന മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യവാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കരുതുന്ന കേരളത്തിലടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും BJP പ്രതീക്ഷയോടെ പ്രചരണങ്ങൾ നടത്തുമ്പോഴാണ് ഈ സർവേ ഫലത്തിനും പ്രാധാന്യം ഏറുന്നത്. സംസ്ഥാനത്തെ വോട്ടർമാരോട് പ്രധാനമന്ത്രിയുടെ ഭരണ മികവ് വിലയിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടികൾ BJP പാളയത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. വെറും 31.6% പേർ മാത്രമാണ് മോദിക്ക് അനുകൂലമായി പറഞ്ഞത്. 16.4% ആളുകൾ ശരാശരി എന്ന് പറഞ്ഞപ്പോൾ 47.5% വ്യക്തമായി മോശമെന്ന് രേഖപ്പെടുത്തി. ഏകദേശം പകുതിയോളം വരുന്ന വോട്ടർമാർ പ്രധാനമന്ത്രിയുടെ പ്രകടനത്തിൽ അസന്തുഷ്ടരാണ് എന്നത് കേരളത്തിലെ BJPയെ വെട്ടിലാക്കുന്നത്. ദേശീയ തലത്തിൽ മോദി തരംഗം എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ തകർന്നടിയുന്നതാണ് കാണുന്നത്. മോദിയോ രാഹുലോ, ആരാണ് കൂടുതൽ ജനപ്രിയൻ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടികളും BJPയെ അമ്പരപ്പിക്കുന്നതാണ്. 51.6% പേർ രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ നൽകിയത്. എന്നാൽ മോദിക്ക് ലഭിച്ച പിന്തുണ 30.3% മാത്രം. ഫെബ്രുവരി ആദ്യവാരം 48.5% കാണിച്ച രാഹുലിൻ്റെ പിന്തുണ അത് 2ാം വാരത്തിലായപ്പോൾ കൂടുതൽ ഉയരുന്നതാണ് കണ്ടത്. എന്നാൽ മോദിയുടെ പിന്തുണ 30.7% നിന്നും 30.3% ഇടിയുകയാണ് ഉണ്ടായത്. ഈ ശതമാനക്കണക്കുകൾ കേൾവിയിൽ ഒരു ചെറിയ മാറ്റമാണെന്ന് തോന്നുന്നുവെങ്കിലും രാഷ്ട്രീയപരമായി വരുന്ന വലിയ ട്രെൻഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കേരളത്തിൽ മുന്നേറുകയാണ്. കേരളം സാംസ്കാരികമായും രാഷ്ട്രീയപരമായും ഏറെ ബോധവാന്മാരാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടത്തുന്ന ഇത്തരമൊരു സർവേകൾ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ച BJP വിജയത്തിൻ്റെ നിഗളിപ്പിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അത് വേണ്ടത്ര യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് കഴിയുമോ എന്നത് അവർക്ക് തുടർന്നുള്ള നാളുകൾ വെല്ലുവിളികൾ നിലനിൽക്കുന്നതാണ്. വേണ്ടത്ര ദീർഘവീക്ഷണമില്ലാതെ അപക്വമായ തീരുമാനങ്ങൾ BJPയെ ആകെ വെട്ടിലാക്കുന്ന അവസ്ഥയാണ് തിരുവനന്തപുരത്ത്. എന്നാൽ UDF മുന്നോട്ട് വയ്ക്കുന്ന ജനക്ഷേമകരമായ പ്രഖ്യാപനങ്ങൾ സംസ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന LDFന് തിരിച്ചടിയാകുകയും ചെയ്യുകയാണ്. ദേശീയ നേതാവും രാജ്യത്തിനെ നയിക്കാൻ പ്രാപ്തനുമായ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ ഇടയിൽ ജനപ്രിയനായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ BJPയെ ആകെ പരവശരാക്കുന്നത്. കർഷകരെയും തൊഴിലാളികളെയും യുവതയെയും വിദ്യാർത്ഥികളെയും വൃദ്ധരെയും തൊഴിൽ അന്വേഷകരെയും ഇടയിൽ ഇറങ്ങി അവരുമായി നേരിട്ട് ഇടപഴകി അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ നേരിട്ട് സംവദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പാർലമെൻറ്റിലടക്കം ഭരണകൂടത്തിനെതിരെ ഉയർത്തിയ ചോദ്യങ്ങൾ, പോരാട്ടങ്ങൾ,
ഇതെല്ലാം രാജ്യം ഉറ്റുനോക്കുന്നതായിരുന്നു. അതിൻ്റെ അലയൊലികൾ കേരളത്തിലെ പ്രമുഖരായ വോട്ടർമാരെയും സ്വാധീനിക്കുന്നതാണ്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഗ്രസിക്കും വിധം, തകർക്കും വിധം BJP നടത്തുന്ന കൊടും ചതികൾ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി BJPക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ അത് BJPയെ ഭയപ്പെടുത്തുന്നു. അതിൻ്റെ തെളിവാണ് പാർലമെന്റ് സഭാ സമ്മേളനത്തിൽ കണ്ടത്. പ്രതിപക്ഷ നേതാവിനെ വായടപ്പിക്കാൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ തടയാൻ മുന്നിട്ടിറങ്ങിയ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പോർവിളികൾ മുഴക്കി. സ്പീക്കർ ഓം ബിർളയുടെ പക്ഷപാതപരമായ ഇടപെടലുകളിൽ ആശങ്കയുയർത്തി അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് സഭയിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. മോദിയുടെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങിക്കഴിഞ്ഞു. ഇതിൽ രോക്ഷാകുലരായ BJP ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി ഉയർത്തിയിരിക്കുകയാണ്. BJPയുടെ സഹയാത്രികരായ കർണിസേന എന്ന സംഘപരിവാർ സംഘടനാ പ്രവർത്തകരാണ് ഒരു വീഡിയോയിൽ രാഹുൽ ഗാന്ധിയെ വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നത്. സ്പീക്കർ ഓം ബിർളയ്ക്കും നരേന്ദ്രമോദിക്കും ജയ് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന വീഡിയോയിൽ പ്രധാനമന്ത്രിക്കെതിരെയും ഓം ബിർളയ്ക്കെതിരെയും വിമർശനം തുടർന്നാൽ രാഹുൽ ഗാന്ധിയെ വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് KC വേണുഗോപാൽ എടുത്തു പറയുന്നത്. അതുമാത്രമല്ല, ഒപ്പമുള്ള 25 കോൺഗ്രസ് MPമാരെയും കൈകാര്യം ചെയ്യുമെന്ന് കർണിസേന പറഞ്ഞിരിക്കുന്നു. ഇത് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാനുള്ള BJPയുടെ ശ്രമമാണ് ഇത് എന്നാണ് AICC ജനറൽ സെക്രട്ടറിയും MPയുമായ KC വേണുഗോപാൽ മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഭയമൊന്നുമില്ല, എത്ര പേര് വേണമെങ്കിലും വന്നോട്ടെ. രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്കും അറിയാം, രാജ്യത്തെ കോൺഗ്രസിനും അറിയാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്ത് ഇങ്ങനെ കൊലവിളി നടത്തുന്ന, അതും പ്രതിപക്ഷ നേതാവിനെതിരെ പരസ്യമായി കൊലവിളി നടത്തുന്ന സംഘങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം സർക്കാർ നടത്തുന്നുണ്ടോ എന്നതും വൻ ആശങ്കയാണ് രാജ്യത്ത് ഉയർത്തുന്നത് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. BJPയുടെ തണലിൽ നിന്നുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ ഇത്തരം കൊലവിളികളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോർവിളികളും നടത്തുമ്പോഴാണ് മുകളിൽ പറഞ്ഞ സർവേ ഫലത്തിന് പ്രാധാന്യം ഏറുന്നത്. ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്ന മോദിക്ക് ജനപ്രീതി ഇടിയുന്നതിൽ അതിശയമില്ല എന്നതും, മറുവശത്ത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി ഇടംബലം നോക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട രാഹുൽ ഗാന്ധി 10 മടങ്ങായി ജനപ്രീതി വർദ്ധിക്കുന്നതും പ്രതീക്ഷ ഉണർത്തുന്നതാണ്. ഒറ്റയ്ക്ക് നിന്ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വിയർത്ത് വിറങ്ങലിച്ച് കഷ്ടിച്ച് ഒരു മന്ത്രിസഭ തട്ടിക്കൂട്ടിയത് മോദിയുടെ പരാജയമാണ് വെളിവാക്കുന്നത്. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് BJPക്ക് ഇപ്പോൾ. ചവിട്ടി നിൽക്കാൻ പ്രതലം നഷ്ടപ്പെട്ട് അടിപതറുമ്പോൾ മോദിക്ക് വിഹലത വർദ്ധിക്കുകയാണ്. ആ വിഹലതയിൽ നിന്നും പിടിച്ചു നിൽക്കാനുള്ള തന്ത്രപ്പാടിൽ സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. കൊലവിളിയും കുതന്ത്രങ്ങളുമായി രാജ്യത്ത് അന്തഛിദ്രം നടത്താൻ തുനിഞ്ഞാൽ അതിനെതിരെ കോൺഗ്രസിന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഏത് വിധേനയും അതിനെ പ്രതിരോധിക്കുമെന്ന് മാത്രമല്ല, ജനകീയ നീക്കത്തോടെ അത് തകർത്ത് തരിപ്പണമാക്കും കോൺഗ്രസ്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി രക്തം കൊടുത്ത് മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിച്ച ഒരു രാജ്യസ്നേഹ കുടുംബത്തിലെ കണ്ണിയായി വർത്തിക്കുന്ന രാഹുൽ ഗാന്ധി തെല്ലും ഭയക്കുന്നില്ല സംഘപരിവാറിനെ. അവരുടെ വെല്ലുവിളികൾ സ്വയം ഏറ്റെടുക്കുകയാണ്. പാർലമെന്റിൽ വനിതാ MPമാരുടെ പ്രതിഷേധത്തെ ഭയന്ന് ഓടിയൊളിച്ച മോദിയല്ല രാഹുൽ ഗാന്ധി. മുന്നിലുള്ള പ്രതിബന്ധം കൊലവിളി മുഴക്കുന്ന എത്ര ശക്തനായ വർഗീയ വ്യാഘ്രമാണെങ്കിലും തെല്ലും ഭയക്കാതെ ആ രാക്ഷസ വൈരത്തെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യയുടെ പൗത്രന് കഴിയും. കാരണം ഇന്ത്യൻ ജനതയുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.